Today is the beginning of my 21st day of climate fast on water and salt. 20 ദിവസം പോയിട്ട് വെറും 2 ദിവസം വരെ നിരാഹാരം ഇരുന്നാൽ മനുഷ്യർക്കെല്ലാവർക്കും തലപെരുക്കും, ഉടൽ വിറയ്ക്കും, കാഴ്ച മങ്ങും. ഇതിനു പുറമെ എല്ലുകളെ മരവിപ്പിക്കുന്ന -12 ഡിഗ്രി താപനില കൂടിയാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കൂടി കഴിയില്ല. 21 ദിവസങ്ങളായി ഭക്ഷണമില്ലാതെ -12 ഡിഗ്രിയിൽ ഒരു തുറന്ന പ്രദേശത്ത് 57 വയസ്സുകാരനായ ഒരു മനുഷ്യൻ തന്റെ ജീവനോ ആശയങ്ങളോ ദുർബലമാകാതെ പിടിച്ചു നിൽക്കുകയാണ്, പോരാടുകയാണ്. താൻ ജനിച്ചു വളർന്ന ലഡാക്കിന്റെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ ദുർബലമായ ഭൂപ്രകൃതിക്കും നിലനിൽപ്പിനും വേണ്ടിയാണ് ആ മനുഷ്യൻ മരണം വരെ നിരാഹാരമെന്ന് പ്രഖ്യാപിച്ച് കഠിന സമരം നടത്തുന്നത്. സമരം ചെയ്യുന്നതോ പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനും 3 ഇഡിയറ്റ്സ് ചിത്രത്തിലെ ശാസ്ത്രജ്ഞൻ ഫുൻസുക് റാഞ്ചോ വാങ്ഡു എന്ന കഥാപാത്രത്തിന്റെ പ്രചോദനവുമായ സോനം വാങ്ചുക്. അദ്ദേഹത്തിന്റെ നിരാഹാര സമരം 21 ദിവസമായിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനോട് നേരിട്ടുള്ള ചില മൂർച്ചയുള്ള ചോദ്യങ്ങൾ ഉയർത്തിയാണ് ഈ മനുഷ്യൻ ലഡാക്കിനായി ജീവൻ കൊടുത്ത് സമരം ചെയ്യുന്നത്. ലഡാക്കിനെ ഭരണഘടനയുടെ 6ാം പട്ടികയിൽ ഉൾപ്പെടുത്തി ഇവിടുത്തെ അതീവ ലോലവും ദുർബലവുമായ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്നാണ് സോനം വാങ്ചുക് ആവശ്യപ്പെടുന്നത്. സ്വന്തം ഭരണാധികാരികളെയും സ്വന്തം ആവശ്യങ്ങളെയും ഭരണനിർവഹണത്തെയും സ്വയം തീരുമാനിക്കാനാകുന്ന വിധത്തിൽ ഒരു നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശമെന്ന പദവി നൽകണമെന്ന അത്യന്തം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. വാങ്ചുക് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ലഡാക്കിലെ ജനങ്ങളുടെ ജീവനെയും ജീവിതത്തെയും തൊടുന്നതായതിനാൽ നിരാഹാര സമരം 20 ദിവസമായപ്പോഴേക്കും 60,000-ത്തിലധികം ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി. ലഡാക്കിന്റെ ആകെ ജനസംഖ്യ 3 ലക്ഷത്തിൽ താഴെയാണെന്ന് ഓർക്കുമ്പോഴാണ് വാങ്ചുക്കിന്റെ സമരത്തിന്റെ ലക്ഷ്യത്തിനൊപ്പം ഒഴുകിയെത്തിയ ജനക്കൂട്ടത്തിന്റെ ബാഹുല്യം മനസ്സിലാകുക. അതിർത്തി പ്രദേശമായതിനാൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പുറമെ ലഡാക്കിനെ ഏറ്റവും വലയ്ക്കുന്ന പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന ഭീഷണികളാണ്. മഞ്ഞുരുകിയെത്തുന്ന വെള്ളം മൂലമുണ്ടാകുന്ന പ്രളയവും മണ്ണിടിച്ചിലും വരൾച്ചയുമെല്ലാം ഇപ്പോൾ തന്നെ ലഡാക്കിലെ ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. ഖനന ലോബികളെ നിയന്ത്രിക്കാതെ ഈ ദുർബലമായ പരിസ്ഥിതിയെ രക്ഷിക്കാനാവില്ലെന്നതാണ് വാങ്ചുക് മുന്നോട്ട് വെക്കുന്ന പോയിന്റ്. ലഡാക്കിലെ ജനങ്ങൾ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ഈ ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന് അവർ പ്രത്യാശിക്കുന്നു. അതിനാലാണ് 6ാം പട്ടികയിൽ ലഡാക്കിനെ ഉൾപ്പെടുത്താൻ ഇവർ ആവശ്യപ്പെടുന്നത്. തങ്ങളുടെ ആവശ്യങ്ങളെ അവഗണിക്കുന്ന പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പേരെടുത്തു പറഞ്ഞാണ് സോനം വാങ്ചുക് വിമർശിക്കുന്നത്. മോദിജി വലിയ രാമഭക്തനാണെന്ന് പറയുന്നു, രാമക്ഷേത്രവും പണിതു. പക്ഷേ നൽകിയ വാക്ക് തെറ്റിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം 14 വർഷത്തെ വനവാസത്തിന് പോയ രാമന്റെ ആദർശങ്ങൾ കൂടി മോദി പകർത്തേണ്ടതാണ്. മോദി ഒരു യഥാർത്ഥ രാമഭക്തനാണെങ്കിൽ ആ ആദർശം കൂടി പകർത്താൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ ജനങ്ങൾ രാഷ്ട്രീയക്കാരെയോ അവരുടെ വാക്കുകളെയോ വിശ്വസിക്കാതെയാകും. ഭാഷ കടുത്തതല്ലെങ്കിലും മൂർച്ചയുള്ള വിമർശനങ്ങളാണ് കേന്ദ്രത്തിനെതിരെ വാങ്ചുക് തൊടുത്തുവിടുന്നത്. ഹിന്ദു വൈഷ്ണവനാവാൻ കൊതിക്കുന്ന അമിത്ഷാ ഹിന്ദു വൈഷ്ണവിന്റെ സത്ത മനസ്സിലാക്കണമെന്നും മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കാണാൻ ശ്രമിക്കണമെന്നും വാങ്ചുക് ഓർമ്മിപ്പിച്ചു. ഈ 20 ദിവസങ്ങളിൽ തന്റെ സമരത്തിന്റെയും ജനപങ്കാളിത്തത്തിന്റെയും വിവരങ്ങളും തന്റെ ആശയങ്ങളും തന്റെ എക്സ് ഹാൻഡിലൂടെ വാങ്ചുക് കൃത്യമായി പങ്കുവച്ചുകൊണ്ടിരുന്നു. നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ വാങ്ചുക്കിന്റെ സമരത്തിന് പിന്തുണ അറിയിക്കുന്നത്. എന്നിരിക്കലും ദിനംപ്രതി വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതി വഷളായി വരുന്നതിനാൽ നിരവധി പേർ ആശങ്കയും പ്രകടിപ്പിക്കുന്നുണ്ട്. ഗംഗാ നദിയുടെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാരം നടത്തുകയും ഒടുവിൽ മരണം വരിക്കുകയും ചെയ്ത ഗുരുദാസ് അഗർവാളിന്റെ ജീവിതവും പലരും ഇതോടൊപ്പം പരാമർശിക്കുന്നു. ഗംഗാ നദിയിലെ അനധികൃത പദ്ധതികൾ തടയുന്നതിനായി നടത്തിയ നിരവധി നിരാഹാരങ്ങളുടെ പേരിൽ ശ്രദ്ധേയമായ അദ്ദേഹത്തിന്റെ ഉപവാസം 2009 നദിയിൽ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതി ഉപേക്ഷിക്കുന്നതിലേക്ക് നയിച്ചിരുന്നു. എന്നിരുന്നാലും ഗംഗയെ ശുദ്ധീകരിക്കാനും സംരക്ഷിക്കാനുമുള്ള സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നാവശ്യപ്പെട്ട് ജൂൺ 22 മുതൽ നിരാഹാരം കിടന്ന ശേഷം 2018 ഒക്ടോബർ 11 അഗർവാൾ മരിക്കുന്നത്. അതേസമയം വിവിധ സാമൂഹിക മത ഗോത്ര വിദ്യാഭ്യാസ സംഘടനകളെ പ്രതിനിധാനം ചെയ്യുന്ന ലേ അപെക്സ് ബോഡി, കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് തുടങ്ങിയ സംഘടനകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ലഡാക്കിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് വാങ്ചുക് കടുത്ത സമരത്തിലേക്ക് കടന്നത്. ലഡാക്ക് ടിബറ്റൻ പീഠഭൂമിയിലാണെന്നും ഹിമാലയം മുഴുവൻ സെൻസിറ്റീവ് സോണിലാണെന്നും നമ്മൾ മനസ്സിലാക്കണം. ദക്ഷിണ ധ്രുവത്തിനും ഉത്തര ധ്രുവത്തിനും ശേഷം ഇതിനെ 3ാം ധ്രുവം എന്നാണ് വിളിക്കുന്നത്. കൂടാതെ ഏകദേശം 2 ബില്യൺ ആളുകൾ ആശ്രയിക്കുന്ന ഏറ്റവും വലിയ ശുദ്ധജല സംഭരണിയുമുണ്ട് ഇവിടെ. ഇത് ഭൂമിയിലെ ജനസംഖ്യയുടെ 25% വരും. തങ്ങളുടെ കോർപ്പറേറ്റ് സുഹൃത്തുക്കളുടെ ലാഭത്തിൽ മാത്രം സർക്കാർ ശ്രദ്ധിക്കുന്നത് സങ്കടകരമാണ്. ഭാവി തലമുറയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല, വാങ്ചുക് പറയുന്നു. 2019 ഓഗസ്റ്റിലാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത്. തുടർന്ന് ലഡാക്ക് ജമ്മു കാശ്മീരിൽ നിന്ന് വിഭജിക്കപ്പെട്ട് കേന്ദ്രഭരണ പ്രദേശമാകുകയായിരുന്നു.